അനവധിയായ മരണങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ തെരുവിൽ വെച്ച് നമ്മൾ അഭിമുഖിച്ചേ പറ്റൂ. വിശേഷിച്ചും ഉറ്റവരുടെ വിയോഗം, അതിൽ തന്നെ കുറച്ചുകൂടി ഇൻറ്റിമേറ്റായിട്ട് ഓരോരുത്തരും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വേർപിരിയല്ല. സാധാരണഗതിയിൽ അവർ കടന്നു പോകുമ്പോൾ നിങ്ങളുണ്ടാവണമെന്നില്ല. എൻ്റെ കാര്യത്തിൽ അപ്പച്ചൻ മരിക്കുമ്പോഴും അമ്മ മരിക്കുമ്പോഴും കൂടെ ഉണ്ടായിരുന്നിട്ടില്ല. കാര്യങ്ങളറിഞ്ഞ് വീട്ടിലെത്തുന്നു. നിങ്ങളാരെയും കണക്ക് ഹൃദയഭാരത്തോടെ അതിൽ പങ്കുചേരുന്നു. കുറച്ചൊന്ന് മനസ്സ് ശാന്തമാകുമ്പോൾ ലോകത്തുള്ള ഏതൊരു മകനോ മകളോ ചോദിക്കുന്ന വളരെ ലളിതമായൊരു ചോദ്യമുണ്ട്. ഒടുവിൽ അപ്പ എന്നാ പറഞ്ഞു, അമ്മ എന്നാ പറഞ്ഞു. അതിന് വലിയ മൂല്യം ലോകമെമ്പാടും എല്ലാ കാലത്തും മനുഷ്യർ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അതിനകത്ത് അവരുടെ ജീവിതത്തിൻ്റെ ചുരുക്കമുണ്ട്. നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്ന മൂല്യബോധമുണ്ട്. ഈ റിലവട്ടം കണക്കൊക്കെ ഒരാളെന്ന് കുഴഞ്ഞു തുടങ്ങുമ്പോൾ ആ ബാറ്റൻ മറ്റാർക്കോ കൈമാറുന്നു. കുരിശ് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ഇങ്ങനെ പ്രപഞ്ചം നിശ്ചലമായൊരിടവ. അവിടുന്ന് കണ്ണുപൂട്ടുന്നതോടുകൂടി ആ നിശ്ചലത പൂർണ്ണമാകുന്നു. എന്നിട്ടോ നമ്മൾ വായിച്ച് കേൾക്കുന്നു, മരിച്ചവൻ്റെ നെഞ്ചിൽ നിന്ന് പിന്നെയും രക്തവും ജലവും ഒഴുകി. ചലം പൊട്ടി എന്നർത്ഥം വരുന്ന ഒരു വാക്കല്ല ഉപയോഗിക്കുന്നത്, ഗഷ്ഫോർത്ത് എന്നർത്ഥം വരുന്ന വാക്കാണ്. ഉറവക്കണ്ണി കുത്തുന്ന കണക്കാണ്. ഈ കില്ലാടിമാർ കിണറിലിടം തപ്പി ചെന്നിട്ട് ഒരിടത്ത് കുത്തുമ്പോൾ അവിടുന്ന് വെള്ളം വന്നിട്ട് ഈ കുത്തുന്നവനെ കുളിർപ്പിക്കുന്നത് പോലെ ഒന്നാണ്. ജീവിതം നിലച്ചു പോയെന്ന് കരുതുന്ന ഒരിടത്തിൽ നിന്ന് അതിൻ്റെ മുഴുവൻ ശക്തിയും വീണ്ടെടുക്കുകയാണ്, മുഴുവൻ പ്രവാഹവും വീണ്ടെടുക്കുകയാണ്. അപ്പം അതിൽ നിന്ന് മുഴങ്ങിയ ആ ഒരു 7 മൊഴികൾ നമുക്കുള്ള ദൂതാണ്. നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സുവിശേഷമാണ്. ആദ്യത്തെ 3 വളരെ ഡയറക്റ്റായിട്ട് നമുക്കുള്ള സന്ദേശങ്ങളാണ്. പിന്നത്തെ 4 കാര്യങ്ങൾ അവിടുത്തെ ആത്മകഥ, അവിടുത്തെ ഉള്ളിലേക്ക് ഒരു താക്കോൽ കാഴ്ച കിട്ടാൻ വേണ്ടി നമുക്ക് ലഭിച്ചിട്ടുള്ള സോളിലോക്കി ആത്മകഥകളാണ്. തെലുറക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ കേട്ടെന്നേ ഉള്ളൂ. നമുക്കതൊന്ന് വെറുതെ ഈ ദിവസത്തിൻ്റെ സമാധാനത്തിൽ, ഈ ദിവസത്തിൻ്റെ ഏകാഗ്രതയിൽ ഒന്ന് ഓർമ്മിച്ചെടുക്കാം. ഒന്ന്, എനിക്ക് മാപ്പുണ്ട്. എന്തൊരു വലിയ സമാധാനമാണ് ഈ മാപ്പുണ്ടാവുക എന്ന് പറയുന്നത്. ഓർമ്മ വെച്ച കാലം തൊട്ടേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കണമേ. അറിഞ്ഞുമറിയാതെയുമൊക്കെ എന്തുമാത്രം കയ്യബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആരോടും ഒന്നിനോടും ഫെയർ ആയിരുന്നിട്ടില്ല. നമ്മുടെ ഓർമ്മയിൽ പോലും പെടാത്ത വിധത്തിൽ നമ്മൾ എത്ര പേരെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഉള്ളൊരു സമാധാന മൊഴിയാണ് ആദ്യത്തേത്, മനുഷ്യർക്ക് മാപ്പുണ്ട്. ഫർഗീവ് ദം ഫാദർ, ഫോർ ദേ ഡു നോട്ട് നോ. നമ്മുടെ അഗ്നിതയ്ക്ക് അവിടുന്ന് മാപ്പ് തരികയാണ്. അത്രയും വലിയ മാപ്പ് കിട്ടിയ മനുഷ്യർ ലോകത്തോട് സുമധുരമായിട്ട് പെരുമാറുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സുഹൃതം. മുമ്പോട്ട് മാപ്പ് കൊടുത്തു പോകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിച്ച ഈ വലിയ ഇളവിന് കൊടുക്കേണ്ടി വരുന്ന പലിശ. യേശു പറഞ്ഞ കഥകളൊക്കെ ആത്യന്തികമായിട്ട് ഓരോരുത്തർക്കും വേണ്ടിയുള്ള കഥയാണ്. പഴയ നിയമത്തിലൊക്കെ നാത്താൻ പറയുന്ന കഥ കണക്കാണ്. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അത് മറ്റാരെക്കുറിച്ചുള്ള കഥയാണ്. കഥ തീരുമ്പോൾ പ്രവാചകൻ്റെ ചൂണ്ടുവിരലിൽ ഉള്ളിലോട്ട് നീളുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. എല്ലാ കഥകൾക്കകത്തെയും മനുഷ്യൻ നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആ 10,000 താലന്തിൻ്റെ കഥയൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ഒരാൾക്ക് അത്രയും കടമുണ്ടായിരുന്നു, അയാൾക്ക് വലിയ അളവ് കിട്ടിയ. ഈ താലന്തെന്ന് പറയുന്നത് നാണയമല്ല, ഒരളവ് തൂക്കമാണ്. തങ്കക്കട്ടി, വെള്ളിക്കട്ടി ആണ് പൊതുവേ ഉള്ളത്. അതിപ്പോൾ നമ്മളൊന്ന് പരത്തി വെക്കുകയാണെങ്കിൽ ഈ വലിയൊരു ഉമ്മറം മതിയാവില്ല, അത്രയും വലിയ അളവാണ്. എന്നിട്ടോ അത്രയും വലിയ അളവിന് ഇളവ് കിട്ടിയ ഈ മനുഷ്യൻ പുറത്ത് കടക്കുമ്പോൾ തന്നോട് ഈ ചില്ലിക്കാശിൻ്റെ കടമുള്ള ഒരാളോട് കഠിനഹൃദയനാവുകയാണ്.
100 ദിനാറി എന്നാണ് പറയുന്നത്. 100 ദിനാറി എന്ന് പറയുന്നത് അക്കാലത്തെ ഒരു പുരുഷൻ്റെ വേതനം എന്നൊക്കെ പറയുന്നത് 1 ദിനാറേ. അടുപ്പിച്ച് 3 മാസം ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് ശേഖരിക്കാവുന്ന അത്രയും ചെറിയൊരു കടത്തിന് മീതെ ഈ വലിയ ഇളവ് കിട്ടിയ മനുഷ്യൻ കഠിനഹൃദയനാകുമ്പോൾ അതാരുടെ കഥയാണ്? എന്തൊരിളവ് കിട്ടിയ മനുഷ്യ നമ്മൾ വിചാരിക്കുന്നത് ആത്മാവാണ് ഏറ്റവും മൂല്യമുള്ളതെന്ന്. എന്നിട്ടോ ആ ആത്മാവിന് അത്രയും വലിയ വില കൊടുത്ത് നമ്മെ രക്ഷിച്ചു എന്നൊക്കെ നമ്മൾ കരുതുമ്പോൾ, തൻ്റെ കുരിശുമരണത്താൽ അവൻ നമ്മളെ രക്ഷിച്ചു എന്നൊക്കെ ഉറക്കെ പാടുമ്പോൾ, ഇത്രയും താലന്തിൻ്റെ കടമിളവ് കിട്ടിയ മനുഷ്യർ എന്തുകൊണ്ടാണ് ലോകത്തോട് കഠിനഹൃദയരാവുന്നത്? ചുരുക്കത്തിൽ, നിങ്ങൾ ലോകത്തോട് പൊറുക്കുന്നത്, നിങ്ങളുടെ പരിസരത്തോട് പൊറുക്കുന്നത് നിങ്ങളുടെ ഒരു ഔദാര്യം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ വല്ലാത്ത കടബാധ്യതയും അതിനകത്ത് ലഭിച്ച ഇളവ് കൊണ്ടുവാ. ഒന്നതാണ്, മനുഷ്യർക്ക് ജീവിതം ഇനിയും മുമ്പോട്ട് പോയേ പറ്റൂ. ആരെങ്കിലുമൊക്കെ പുറത്തില്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതം അവിടെ വെച്ച് നിശ്ചലമായിക്കൊണ്ടിരിക്കും. മുമ്പോട്ട് പോയേ പറ്റൂ. 2, ഈ മനുഷ്യർക്ക് മോക്ഷം ഉണ്ടെന്നുള്ള, അതും മറ്റൊരു കഥയുടെ തന്നെ സൂചനയാണ്. യേശു പറഞ്ഞൊരു കഥയുണ്ടല്ലോ, ഇങ്ങനെ തോട്ടത്തിൽ 1-ാം മണിക്കൂറിൽ വന്നയാൾക്കും 11-ാം മണിക്കൂറിൽ വന്നയാൾക്കും അന്തിയിൽ ലഭിക്കുന്നത് ഒരേ കൂലിയാണെന്നുള്ള കഥ. 1-ാം മണിക്കൂർ എന്ന് പറയുന്നത് ഇങ്ങനെ പുലരിയിലെ പ്രഭാതമാണ്. 11-ാം മണിക്കൂർ എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണി നേരമാണ്. യേശു മരിച്ചത് 9-ാം മണിക്കൂറിലാണെന്നൊക്കെ നമ്മളിന്ന് വായിച്ചെടുക്കുന്നുണ്ടല്ലോ, അത് 3 മണി സമയമാണ്. അപ്പോൾ ഈ 11 മണി എന്ന് പറയുന്നത് കഷ്ടിച്ച് 1 മണിക്കൂർ മാത്രം ഇനി നിൽക്കുമ്പോൾ ഒരാൾ ജോലിക്ക് വരുന്നു. എത്ര പരിഹസിക്കപ്പെട്ടുണ്ടാവും അയാൾ. എന്നിട്ടും ആ 1 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ അയാൾക്ക് കൂലി ലഭിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു. ആദ്യം വന്നയാൾക്കും അവസാനം വന്നയാൾക്കും ഇപ്പം കൈവെള്ളയിലിരിക്കുന്നത് ഒരേ കൂലിയാണ്. നിങ്ങൾ ഏത് യാമത്തിൽ അവനിലോട്ടെത്തിയാലും നിങ്ങളെ കാത്തിരിക്കുന്ന ആത്മീയ അനുഭൂതികൾ ദിനാറ് ഒന്ന് തന്നെ. നമ്മൾ വായിച്ചു കേട്ടിട്ടില്ലേ, വിശുദ്ധ നഗരിയിലേക്ക് 4 വശത്തുനിന്ന് വാതിലുണ്ട്. ഈ 3 പാളി വീതമുള്ള 4 വാതിലുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് വരുന്നത് നമ്മുടെ കുഞ്ഞുമക്കളാണ്, മാലാഹ കുഞ്ഞുങ്ങളാണ്. അവിടെ നിന്ന് വരുന്ന നമ്മുടെ ചെറുപ്പക്കാരാണ്. ഇവിടെ നിന്ന് വരുന്നത് ഈ മധ്യവയസ്സിൻ്റെ ഒരു വീണ്ടും വിചാരങ്ങളിലാണ്. ഇവിടെ നിന്ന് വരുന്നത് വയോധികരാണ്. ഒന്ന് പിടിച്ചാണ് അവരകത്തേക്ക് വരുന്നത്. എന്നിട്ടും നിങ്ങൾ ഏത് വാതിലൂടെ കടന്നാലും നിങ്ങളെ കാത്തിരിക്കുന്ന അനുഭൂതികളൊന്നും തന്നെ. ഒരാളും വൈകിട്ടില്ലെന്നുള്ളതാണ് 2ാമത്തെ സുവിശേഷം. ഇതാണ് സ്വീകാര്യമായ സമയം എന്നൊക്കെ ഉള്ള മൊഴി ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. മോക്ഷം, എനിക്ക് മോക്ഷം സാധ്യമാണ്. യേശു ഉപയോഗിക്കുന്ന വാക്ക് പർദീസ എന്ന് പറഞ്ഞൊരു വാക്കാണ്. പർദീസ എന്ന് പറയുന്നത് ഇങ്ങനെ വളച്ചു കെട്ടിയ തോട്ടമാണ്. പേർഷ്യൻ വേർഡാണ്, ഫെൻസ്ഡ് ഗാർഡൻ. വിശേഷം ഇങ്ങനെ പ്രഭുക്കന്മാരുടെ തോട്ടത്തിന് വിളിക്കുന്ന വാക്കാണ്. സുൽത്താന് ആരോടെങ്കിലുമൊക്കെ ഒരു താല്പര്യമുണ്ടെങ്കിൽ, അയാൾക്കൊരു ആദരവ് കൈമാറണമെങ്കിൽ കൊടുത്തിരുന്ന ഏറ്റവും നല്ലൊരു രീതി അയാൾ ഈ തോട്ടത്തിലേക്ക് വിളിക്കും. എന്നിട്ട് 2 പേരും കൂടി ഇങ്ങനെ കൈക്ക് പിടിച്ച് ഈ മരങ്ങൾക്കിടയിലൂടെ നടക്കും. ഉച്ചയ്ക്ക് ഏതെങ്കിലും മരച്ചുവട്ടിൽ നിന്നിത്തിരി ഭക്ഷണം കഴിക്കും. പിന്നെ പിരിഞ്ഞു പോകും. അങ്ങനെ സുൽത്താൻ്റെ കരം പിടിച്ച് ഈ മരങ്ങൾക്കിടയിലൂടെ നടന്ന വ്യക്തിക്ക് ദേശക്കാർ മരിക്കുവോളം വലിയ ആദരവ് കൊടുക്കും. അപ്പോൾ എന്താണ് പർദീസ? ആ പ്രഭുവിനോടൊപ്പമുള്ള സഞ്ചാരമാണ്. കണ്ണ് പൂട്ടിയിരിക്കുമ്പോൾ പകൽ മേഘമായും രാത്രി അഗ്നിയായിട്ടും വേദപുസ്തകം പറഞ്ഞു തരുന്ന ആ ചൈതന്യം നിങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്നുള്ള ബോധം ലഭിച്ച എല്ലാവരും പർദീസയിലാണ്. അതൊരു ഡെലൂഷനല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു ഭാവനയല്ല. ഒന്ന് കണ്ണുപൂട്ടിയിരുന്നാൽ, വിശേഷം ഇത്തരം ദിവസങ്ങളിലൊക്കെ കണ്ണുപൂട്ടിയിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാന്നിധ്യം നന്നായിട്ട് പിടുത്തം കിട്ടും. കാരണം അത്രയും കൃത്യമായ സ്നേഹത്തിൻ്റെ ഓർമ്മ അന്തരീക്ഷത്തിലുണ്ട്. ചിലപ്പോൾ അതിൻ്റെ വസ്ത്രവെള്ളം പുലയുന്നത് പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നിരിക്കും. ഇത്രയും സജീവമായൊരു ഓർമ്മ. ആ ഓർമ്മയിൽ സദായിരിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് പർദീസ. 3, ഇങ്ങനെ നിനക്ക് ഇതിനെ ഒറ്റയ്ക്ക് വിടില്ല എന്നുള്ള. 2, ഒറ്റപ്പെട്ട മനുഷ്യർ ഇങ്ങനെ കുരിശ് ചവിട്ടി നിൽക്കുക. ഒന്നിങ്ങനെ മേരിക്ക് ആരുമില്ലെന്നാണ് പാരമ്പര്യം. ഇപ്പുറത്ത് യോഹന്നാൻ നിൽപ്പുണ്ട്. അയാൾക്ക് എല്ലാവരുമുണ്ട്. അയാൾക്ക് ഒരു സഹോദരൻ കൂടെ ഉണ്ട്. അയാളുടെ അമ്മ ഇതേ കുരിശിൻ ചുവട്ടിന് താഴെ നിൽപ്പുണ്ട്. 10ഓളം ചങ്ങാതിമാരുണ്ടായിരുന്നു. എന്നിട്ടും അയാളും ഒറ്റയാണ്. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ഒറ്റയാകുന്നു എന്നുള്ളതിന് കാര്യമായ വിസ്തീർണമൊന്നുമില്ല. വേദപുസ്തകം അടയാളപ്പെടുത്തുന്ന മനുഷ്യൻ്റെ ഏറ്റവും ആദ്യത്തെ ദുഃഖം ദ മാൻ വാസ് ലോൺലി എന്നാണ്. മനുഷ്യൻ ഒറ്റയായിരുന്നു. പല രീതിയിൽ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർക്കുള്ള സുവിശേഷമാണ് 3ാമത്തത്. യേശു അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. മകനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. പുതിയ ബന്ധങ്ങൾ കുരിശിൻ ചുവട്ടി തളർക്കുക.
ഇന്നലെ വരെ ബന്ധങ്ങൾ നിശ്ചയിച്ചിരുന്നത് നിങ്ങളുടെ ചോരയായിരിക്കണം, അല്ലെങ്കിൽ ക്ലാൻ, ഗോത്രമായിരിക്കണം. ഇതൊന്നുമല്ല ബന്ധത്തെ നിശ്ചയിക്കുന്നത്. പുതിയ ബന്ധങ്ങളുടെ തളിർപ്പുകൾ ആരംഭിക്കുന്ന ഈ കുരിശിൻ ചവിട്ടി വെച്ച. ഒന്നോർത്താൽ ഈ പുതിയ നിയമം മുഴുവൻ ഈ ബുക്ക് ഓഫ് അഡോപ്ഷനാണ്, ദത്തിൻ്റെ പുസ്തകം. ഇത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ജോസഫ് എന്ന് പറയുന്നൊരു നീതിമാൻ ഇങ്ങനെ ജൈവികമായിട്ട് തൻ്റേതല്ലാത്ത ഒരു കുഞ്ഞിനെയും ആ കുഞ്ഞിൻ്റെ അമ്മയും തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന വഴിയായിട്ടാണ്. അത് അവസാനിക്കുന്നത് മേരി എന്ന് പറയുന്നൊരു സ്ത്രീ തൻ്റേതല്ലാത്തൊരു ചെറുപ്പക്കാരനെ മകനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത. ദത്തിൽ ആരംഭിക്കുന്ന പുസ്തകമാണ് പുതിയ നിയമം. വാസ്തവത്തിൽ ഈ നോമ്പ് കാലത്തൊക്കെ നമ്മൾ അതിന് കുറച്ചുകൂടി ഗൗരവം കൊടുക്കേണ്ടതായിരുന്നു. വി അഡോപ്റ്റ് പീപ്പിൾ. പലതരത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരോട് നമ്മൾ ഈ 50 ദിവസത്തിനിടയിൽ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ഇനിപ്പോലും ചിന്തിക്കാവുന്നൊരു വിഷയമാണ്. എനിക്ക് മാപ്പുണ്ട്, എനിക്ക് മോക്ഷമുണ്ട്, എനിക്ക് മൈത്രി ഉണ്ട് എന്നുള്ള 3 വാക്കുകളാണ് നമുക്കുള്ള സുവിശേഷം. നിങ്ങൾ എന്തുമാത്രം ഈ വാക്കുകളെ നിങ്ങളുടെ ജീവിതം കൊണ്ട് ആഴപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ, എന്തുമാത്രം കൈമാറാൻ ശ്രമിക്കുന്നോ, അത്രയും ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതം ഇങ്ങനെ സുവിശേഷ സമാനമായിട്ട് മാറും. ഇനിയുള്ള 4 കാര്യങ്ങൾ ഇത്തിരി വേഗത്തിലൊന്ന് ഓർമ്മിച്ച് നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് കരുതുക. 4 ഇങ്ങനെ നിലവിളിയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തിനെന്നെ കൈവിട്ടു. ഒരു പുതിയൊരു ദൈവസങ്കല്പം രൂപപ്പെടുകയാണ്. പഴയ നിയമ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഈ ഗോഡ് ഓഫ് പ്രോസ്പെരിറ്റിയാണ്. പൊതുവേ അല്ലാത്തയും ചില കാര്യങ്ങളൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാലും പൊതുവെ രൂപപ്പെടുത്തുന്ന ഒരു സങ്കല്പം ഈ ഐശ്വര്യങ്ങളുടെ ദൈവം ഒരാളെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത വരികൾ അയാളുടെ ആട്ടിൻപറ്റങ്ങളുടെ എണ്ണം, അയാളുടെ വിസ്തൃതമാക്കപ്പെട്ട കളപ്പുരകൾ, അയാളുടെ ജോലിക്കാരുടെ എണ്ണം, ഇങ്ങനെ ഒരു ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ദൈവാനുഗ്രഹം പലപ്പോഴും കൂട്ടി വായിക്കപ്പെട്ടുള്ളത്. എന്നാൽ യേശുവിനെ ഏറ്റവും നന്നായിട്ട് അകക്കണ്ണി കണ്ടത് ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ജീവിച്ചിരുന്ന ഈ മനുഷ്യനാണ്, യേശയാണ്. ഈ ദിവസങ്ങളൊക്കെ ദേവാലയത്തിൽ നമ്മൾ മിക്കവാറും വായിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നത് യേശയുടെ പ്രവചനങ്ങളുടെ പൊരുളുകളാണ്. അപ്പോൾ അകക്കണ്ണിൽ ഈ മനുഷ്യനെ കണ്ട യേശ എങ്ങനെയാണ് എഴുതുന്നത്? അവൻ അഴകോ ഐശ്വര്യമോ ഇല്ലായിരുന്നു. അഴകോ ഐശ്വര്യമില്ലാത്ത മനുഷ്യരാണ് കൂടുതലും. അവർക്കെന്ത് പറ്റുന്നു? അവരുടെ ദൈവത്തിന് എന്ത് പറ്റുന്നു? അതുകൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ കുരിശാരോഹണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കൈവിട്ട് കളയുന്നു എന്ന് തോന്നലാണ് നിൽക്കുന്നത്. എന്തിനെന്നെ കൈവിട്ടു? പഴയ നിയമത്തിലെ ഇയ്യോബിൻ്റെയൊക്കെ ചില ഓർമ്മ ഈ നിമിഷത്തിൽ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്താണ് ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്? ഒരൊറ്റ ചോദ്യത്തിന് മീതെയുള്ള ചർച്ചയാണ്. എന്താണത്? ഒരു കാരണവുമില്ലാതെ മനുഷ്യർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? ക്യാൻ എനിവൺ ലവ് ഗോഡ് ഫോർ നോ റീസൺ? വസ്തുതയിൽ അവരുടെ എണ്ണമാണ് ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്നവർ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കണം യേശു തൻ്റെ ക്ലാസ് മുറിയായിട്ട് ഈ കടപ്പുറത്തെ കണ്ടെത്തിയത്? ഞാനും ഈ കടപ്പുറം ഒരിടത്തിൽ നിന്നുള്ള ഒരാളാണ്. നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ പള്ളിയിൽ നിന്നൊക്കെ കേട്ടത് അത് ദേശത്തിൻ്റെ ഒരു ദാരിദ്ര്യത്തിലേക്കും അപമാനത്തിലേക്കും ഒക്കെ അവിടെ നിന്ന് വരാൻ മനസ്സായെന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങളൊരു കാര്യം പഠിപ്പിക്കാൻ താല്പര്യപ്പെടുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾക്കുതകുന്നൊരു ക്ലാസ് മുറിയാണ്. ആ ക്ലാസ് മുറിയായിരുന്നു വാസ്തവത്തിൽ കടലോരം. ഇതുമാത്രം ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം മനുഷ്യരാണ് ഈ കടലോരത്തുള്ളത്. എന്നിട്ടോ ദൈവം അവർക്ക് പകരം എന്ത് കൊടുത്തു? ഞാൻ പലപ്പോഴും പറയുന്ന കണക്ക് ഞങ്ങളുടെ അമ്മമാരൊക്കെ ഇങ്ങനെ തെല്ലാവതുള്ളിടത്തോളം കാലം തലയിൽ മീൻകൊട്ടയുമായിട്ട് ഇങ്ങനെ പ്രാഞ്ചി നടന്നു പോകുന്നു. ഒരു ദിവസം ഈ മീൻകൊട്ടയെ അവരും കൂടി ഒരുമിച്ചാണ് വീഴുന്നത്. എന്നിട്ടും വീഴുമ്പോഴും അവർ വിളിക്കുന്ന വാക്ക് ദൈവമെന്നാണ്. ഒരു കാരണമില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ ഒരുമിച്ച് പാർക്കുന്ന ഇടമെന്ന നിലയിലാണ് യേശു കടപ്പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ പോലും ചിലപ്പോൾ നമുക്ക് പിടുത്തം കിട്ടാതെ പോകുന്നൊരു കാര്യമാണത്. ക്യാൻ എനിവൺ ലവ് ഗോഡ് ഫോർ നോ റീസൺ? അവർക്കുള്ള ധൈര്യത്തിൻ്റെയും അവർക്കുള്ള പ്രകാശവുമൊക്കെയാണ് ഈ കുരിശിൽ നിന്ന് മുഴങ്ങുന്ന നിലവിളിയിൽ നമ്മൾ കേൾക്കുന്നത്, അതിനകത്ത് പ്രതിധ്വനിക്കുന്നത്. 5 ഇങ്ങനെ ദാഹമാണ്. ദിവസത്തിൽ ദാഹത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ആ പ്രഭുവിനോടുള്ള പ്രേമം. പാഷനറ്റ് ഡിസേർവ് ഫോർ ദ ലോഡ്. അതിങ്ങനെ വെയിലിൽ വരണ്ടു പോകുന്ന തൊണ്ടയുടെ ദാഹമൊക്കെ ആയിട്ട് മനുഷ്യർ തെറ്റിദ്ധരിച്ചു പോയി. അത്തരം ഒരു ദാഹത്തെക്കുറിച്ചായിരുന്നില്ലല്ലോ യേശു പറഞ്ഞുകൊണ്ടിരുന്നത്. നോമ്പിൻ്റെയൊക്കെ ഒടുവിലായിട്ടാണ് നമുക്കറിയാം ഈ ദുഃഖവെള്ളി വരുന്നത്. നോമ്പെന്തിനു വേണ്ടിയായിരുന്നു? അതിങ്ങനെ ദൈവത്തിന് വേണ്ടി വിശക്കാനും ദാഹിക്കാനും വേണ്ടിയാണ്. 40 ദിവസം വിശന്ന യേശുവിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചെടുക്കുന്നത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവന് വിശന്നു.
അതിങ്ങനെ 40 ദിവസം കഴിക്കാത്തതിൻ്റെ വിശപ്പല്ല. ഈ വേദപുസ്തകം പറയാൻ ശ്രമിക്കുന്ന ഒരു വിശപ്പും ദാഹം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അടർന്നുപോയ ആത്മാവിൻ്റെ ഒരു കരച്ചിലാണ്. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അടർന്നുപോയ മനുഷ്യൻ്റെ ഒരു വ്യാകുലതയെ വിളിക്കുന്ന വാക്കാണ് ഈ വേദപുസ്തകത്തിലെ ദാഹം. നമുക്കറിയാം സൃഷ്ടി എന്നൊക്കെ പറയുന്നത് എങ്ങനെയായിരുന്നു. ഇങ്ങനെ നമ്മൾ വായിച്ച് കേൾക്കുന്നു, ജലത്തോട് പറഞ്ഞു മത്സ്യങ്ങൾ രൂപപ്പെടുത്തുക, മത്സ്യങ്ങളുണ്ടായി. മണ്ണിനോട് പറഞ്ഞു ഈ ഹരിതപ്രപഞ്ചത്തെ രൂപപ്പെടുത്തുക, അവിടുന്ന് തളർപ്പുകളുണ്ടായി. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മാത്രം നമ്മൾ വായിച്ച് കേൾക്കുന്നു, ദൈവം തന്നോട് തന്നെ പറഞ്ഞു നമുക്ക് മനുഷ്യനെ നമ്മുടെ ഛായയിലും സദൃശ്യത്തിൽ സൃഷ്ടിക്കാം. അപ്പോൾ വെള്ളത്തിൽ നിന്ന് മീനെടുത്ത് മാറ്റപ്പെടുമ്പോൾ മത്സ്യത്തിന് ശ്വാസം മുട്ടുന്ന കണക്ക്, ഇങ്ങനെ മണ്ണിൽ നിന്ന് ചെടി പറിക്കുമ്പോൾ ചെടി വരണ്ടു പോകുന്ന കണക്ക് ഈ ചൈതന്യത്തിൽ നടന്നു പോയ മനുഷ്യർക്ക് ശ്വാസം മുട്ടും, അവർ വരണ്ടു പോകും. അവരനുഭവിക്കുന്ന ആ വ്യാകുലതയുടെ പേരാ ദാഹം. ഐ തോസ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. യേശുവുമായിട്ട് അഭിമുഖിച്ച എല്ലാ മനുഷ്യരും ഉണർന്നത് അവർ മറന്നുപോയ ദാഹമാണ്. നമ്മൾ വായിക്കുന്നില്ലേ ആ സമരിയാക്കാരി സ്ത്രീയൊക്കെ ചെയ്യുന്നത്? വെള്ളം കോരിവെച്ച ആ സ്ത്രീ കോരിവെച്ച കുടമെടുക്കാതെ നടന്നു പോയെന്നൊക്കെ ഉള്ള പരാമർശം നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. കാരണം പുതിയ ദാഹത്തിന് ഈ പഴയ കുടങ്ങൾ ആവശ്യമില്ല, പഴയ കിണറുകൾ ആവശ്യമില്ല, പഴയ തൊട്ടിഞ്ചെടുകൾ ആവശ്യമില്ല. അവളുടെ തന്നെ ഉറവയിലേക്ക് പോകുന്നതായിട്ടാണ്. അപ്പോൾ 5 ഐത്തോസ്റ്റ്. മർത്തരേസയുടെ കോൺവെൻറ്റുകളും ആശ്രമങ്ങളും ഒക്കെ പലയിടങ്ങളിലുമുണ്ട്. അവിടെയൊക്കെ അവർക്ക് ചെറിയൊരു ചാപ്പലുണ്ട്. ഈ ചാപ്പലിനകത്ത് ആകപ്പാടെ എഴുതി വെക്കണമെന്ന് ഈ മദർ ശടിച്ചിട്ടുള്ള ഒറ്റ വാക്ക് മാത്രമാണ് ഐത്തോസ്റ്റ്. നമ്മളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ആത്യന്തികമായിട്ട് ആ ദാഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചില അന്വേഷണങ്ങളുടെ ഭാഗമാണ്. ഒടുവിൽ 6 എല്ലാം പൂർത്തിയായി. എന്ത് പൂർത്തിയായെന്നാണ് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന 33 വയസ്സെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ജീവിച്ച് തീരാത്തൊരു കാലമോ, ജീവിച്ച് തുടങ്ങാത്ത കാലമോ. ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒന്നും ആരംഭിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും പറയുന്ന വാക്ക് എല്ലാം പൂർത്തിയായെന്ന പല വ്യാഖ്യാനങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മുടെ ഒരു വീടിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ വെറുതെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു കാര്യം ഈ സ്നേഹത്തിൽ പര്യവസാനിപ്പിക്കുന്ന വിളിക്കുന്ന വാക്കാണ് പൂർത്തീകരിക്കുക. നിങ്ങൾ വായിച്ചിട്ടില്ലേ, യേശു ശാബത്ത് ലംഘിക്കുന്നു. അപ്പോൾ ജനക്കൂട്ടം ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഈ ശാബത്ത് ലംഘിക്കുന്നത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ ശാബത്ത് ലംഘിക്കുകയല്ല, ശാബത്തിന് പൂർത്തീകരിക്കുക. ശാബത്തിൽ നിന്ന് ചോർന്നു പോയ സ്നേഹത്തെ ഞാൻ ശാബത്തിലേക്ക് തിരിച്ചു നിക്ഷേപിക്കുക. റീഇൻസ്റ്റിലിംഗ് വിത്ത് ലവ്. എല്ലാം ഇങ്ങനെ സ്നേഹപൂർവ്വം അവസാനിപ്പിക്കുന്ന വിളിക്കുന്ന വാക്കാണ് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ എത്തിച്ചേർന്ന ചില കാര്യങ്ങളുടെ സക്സസ്സോ നിങ്ങൾ ജീവിച്ചു തീർത്ത വർഷങ്ങളുടെ കണക്കൊന്നുമല്ല. ഓരോ നിമിഷത്തെയും ഇങ്ങനെ കുറേ കൂടി സ്നേഹസാന്ദ്രമാക്കുക. ഒൺലി മൊമെൻറ്റ്സ് ദാറ്റ് മാറ്റർ. ഓർമ്മിക്കണം, ഇങ്ങനെ കണ്ടിടങ്ങളിലൊക്കെ മനുഷ്യരിൽ അഗാധമായ മുദ്ര പതിപ്പിച്ചിട്ട് കടന്നുപോയ ഒരാളുടെ പേരാണ് നസ്രത്തിൽ യേശു. ഓർമ്മകൾ മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കുർബാനയൊക്കെ ഉണ്ടല്ലോ നമുക്ക്. എന്താ ഈ കുർബാന എന്ന് പറയുന്നത്? മടങ്ങിപ്പോകുന്നതിൻ്റെ തലേ രാവിലെ അവിടെ നിന്നൊരു അപ്പം എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുക. ഒരു പക്ഷേ ഒരു വെള്ളി, ശനി 2 ദിവസം അത് അതേപോലെ ഇരുന്നിട്ടുണ്ടാവും. ഞായർ തൊട്ട് അതിങ്ങനെ സഞ്ചരിച്ചു തുടങ്ങിയാണ്. നാളെ അല്ലെങ്കിൽ ഈ ദിവസമൊക്കെ ആയിട്ട് അത് നിങ്ങളുടെ മേശയിൽ വന്നിട്ടുണ്ടാവും. 2026 വർഷമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പം അത്രയും വലിയ കാര്യങ്ങളൊക്കെ ഓർമ്മയായിട്ട് അവിടെ നിന്ന് വെച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ഈ നിമിഷങ്ങളിലൊക്കെ ഇത്രയും സ്നേഹവും ഏകാഗ്രതയും ഒക്കെ ഇല്ലാതെ കടന്നു പോകുന്ന കഷ്ടമല്ലേ? നിമിഷങ്ങളെ കുറേ കൂടി ഏകാഗ്രമാക്കുക, ഓരോ നിമിഷത്തെയും ഇങ്ങനെ ഓർമ്മയാക്കുക. ഒൺലി മൊമെൻറ്റ്സ് ദാറ്റ് മാറ്റർ. ചേട്ടന് വയ്യാതായ സമയത്ത് ഇങ്ങനെ ചേട്ടനെ കാണാൻ പോയ ഒരു ഓർമ്മയുണ്ട്. അതിനുശേഷം 2.5 ദിവസം കൂടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടൻ. പക്ഷെ ആ 2.5 ദിവസം മാത്രമുള്ള ചേട്ടൻ എന്നോടും എൻ്റെ ഒരു കൂട്ടുകാരനുമുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പിരിയാൻ തുടങ്ങുമ്പോഴേക്കും പറഞ്ഞ കാര്യം ഇതാണ്, മുകളിലത്തെ നിലയിൽ ഒരു ക്യാൻറ്റീനുണ്ട്, കഴിച്ചിട്ട് പോകണം. ഓരോ നിമിഷത്തെയും ഇങ്ങനെ സ്നേഹപൂർവ്വമാക്കുക, ഓരോന്നും മെമ്മറി കൊടുക്കുക. നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നിങ്ങളൊരാളെ കാണുമ്പോൾ വെറുതെ ഓർക്കണം, നിങ്ങളയാൾ ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് കൊടുക്കുക. ഏറ്റവും നല്ലത് കൊടുത്തും ഏറ്റവും സ്നേഹസാന്ദ്രമാക്കിയും ഒക്കെ ഒരു മടക്ക യാത്ര സാധ്യമാണ്. അവസാനമായിട്ട് അച്ഛ മടങ്ങി വരികയാണ്. പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ അർപ്പിക്കുന്നു. ഒരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, നമുക്ക് ലഭിച്ചൊരു ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. വേദപുസ്തകത്തിൽ യേശു അബ്ബ എന്ന് വിളിക്കുന്ന അരമായിക് പദം, അത് മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ
വാസ്തവത്തിൽ ഉപയോഗിക്കേണ്ടിരുന്ന പദം ഒന്നെങ്കിൽ അച്ഛാന്നോ അല്ലെങ്കിൽ ചില ക്രിസ്തീയ പരിസരങ്ങളിലൊക്കെ വിശേഷിപ്പിക്കുന്ന കണക്ക് അപ്പാന്നോ ആയിരിക്കേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ മലയാളം വിവർത്തനം സംഭവിച്ചപ്പോൾ അതിനകത്ത് ഒരു 10-200 ഇടങ്ങളിലെങ്കിലും യേശു അബ്ബ എന്ന് പറയുന്ന ഇടങ്ങളിലൊക്കെ പരാവർത്തനം ചെയ്യപ്പെട്ട് കിടക്കുന്നത് പിതാവ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. ആ പിതാവ് എന്ന് പറഞ്ഞൊരു വാക്കുമായിട്ട് നമ്മൾ തീരെ കണക്റ്റ് ആവുന്നില്ല. നിങ്ങൾക്കൊരു നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൻ്റോൺമെൻറ്റിലേക്ക് ഒരു പശ്ചാത്തലം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരിക്കലും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല. ഒരു ഫോമൊക്കെ പൂരിപ്പിക്ക് ഉപയോഗിക്കുന്ന ഒരു ഡിനോട്ടേറ്റീവ് വേർഡാണ്. നമ്മൾ ഏറ്റവും യാന്ത്രികമായിട്ടോ ടെക്നിക്കലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് യേശു ഉപയോഗിച്ച് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു പദത്തിന് പകരമായിട്ട് ഉപയോഗിച്ചെന്നുള്ളത് ആ ഒരു വായനയെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇപ്പോൾ യേശു ആരംഭിക്കുന്ന ആ വാക്കിനകത്ത് അബ്ബ, അച്ഛ. 12-ാം വയസ്സിലാണ് യേശുവിൻ്റെ ആദ്യത്തെ വാക്ക് വേദപുസ്തകം അടയാളപ്പെടുത്തുന്നത്. കുടുംബം ഇങ്ങനെ പള്ളിയിൽ പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ കുട്ടിയില്ല. 3 ദിവസം അലഞ്ഞിട്ട് ഈ കുട്ടിയെ തിരിച്ചു കിട്ടുമ്പോഴേക്കും കുട്ടി പറയുന്ന ആദ്യത്തെ വാക്ക്, ഞങ്ങൾ എന്തിനാണ് പരിഭ്രമിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ അച്ഛൻ്റെ ഗൃഹത്തിലായിരിക്കേണ്ടതല്ലേ, എൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരിക്കേണ്ടതല്ലേ. 12 വയസ്സെന്ന് പറയുന്ന പിബട്ടി ഏജാണ്. ശരീരം പാകപ്പെടുന്ന ആ സമയത്ത് തന്നെ യേശുവിൻ്റെ ആന്തരികതയും പാകപ്പെട്ടു. ആ പാകപ്പെട്ട ആന്തരികതയിൽ നിന്ന് പ്രപഞ്ചത്തിൽ മുഴങ്ങിയ പദമാണ് അപ്പ. അവസാനത്തോളം ആ വാക്ക് പറഞ്ഞു. ഒന്ന് മാറ്റി വിളിക്കുന്നത് ഈ കൈവിട്ടെന്ന് തോന്നിയൊരു സമയത്താണ്. അപ്പോൾ മാത്രം എൻ്റെ ദൈവമേ, എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. എന്നിട്ടോ ഈ പൂച്ചക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന കണക്കാണ് സ്നേഹം. നിങ്ങൾ എന്തുമാത്രം വലിച്ചെറിഞ്ഞാലും പിന്നെ അത് വന്ന് കാൽ ചുവട്ടിൽ ചുരുണ്ടു കിടക്കുന്ന കണക്ക് അതേ വാക്കിലേക്ക് യേശു വീണ്ടും ചുരുണ്ടുകൂടി. അച്ഛാ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ അർപ്പിക്കുന്നു. നമുക്ക് ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദപുസ്തകത്തിൽ ഈ 10-200 ഇടങ്ങളിൽ ഇങ്ങനെ യേശു ഉപയോഗിച്ച അബ്ബ എന്ന് പറഞ്ഞ വാക്കിന് പകരമായിട്ട് പിതാവെന്ന് അച്ചടിച്ച് കിടപ്പുണ്ട്. അതിൽ 5 എണ്ണം, 5 എണ്ണം നിങ്ങൾ നിങ്ങളുടെ അപ്പനെ വിളിക്കുന്ന വാക്ക് എഴുതി ഒന്ന് തിരുത്താവോ? ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ടിരുന്ന വാക്ക് അച്ചായ എന്നാണ്. ഞാൻ തിരുത്തിയാണ്. അച്ചായ, ഇവിടെ ഉണ്ടൊരു പിതാവ്. അച്ചായ, ഇവിടെ ഉണ്ട് പിതാവ്. അച്ചായ. 5 എണ്ണം വേണ്ട, ഒരു 3 എണ്ണം കഴിയുമ്പോൾ തന്നെ എൻ്റെ ബോധം ഇങ്ങനെ കീഴ്മേൽ മറിയും. ഇങ്ങനെ വാഷിംഗ് മെഷീനിലൊക്കെ ഈ തുണിയൊക്കെ ഇങ്ങനെ കടന്ന് സ്പിൻ ചെയ്യുന്ന പോലെ. അപ്പോൾ ആ ബോധത്തിൽ വരുന്ന വലിയ പദം, മാറ്റം വരുന്ന പദത്തിൻ്റെ പേരാണ് അബ്ബ. അതിലാരംഭിച്ചു, അതിലവസാനിപ്പിച്ചു. ദൈവം അബ്ബാന്ന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് സംശയം വരും, പഴയ നിയമത്തിലൊക്കെ ഇതങ്ങനെ ഉണ്ടല്ലോ, ദൈവം പിതാവാണെന്നൊക്കെ പറയുന്ന രീതിയിൽ. തീർച്ചയായിട്ടും. പക്ഷേ യേശു രൂപപ്പെടുത്തിയൊരു അപ്പസങ്കല്പമുണ്ട്. അതിങ്ങനെ ഒരു പാട്രിയാർക്കിൽ രൂപപ്പെട്ട, സെമിറ്റിക് സങ്കല്പങ്ങളിൽ രൂപപ്പെട്ട അപ്പനല്ല. കഠിനഹൃദയനായ അപ്പനോ അല്ലെങ്കിൽ ചിട്ടയുള്ള നിഷ്ഠയുള്ള ഒരു അപ്പനെന്ന നിലയിലേക്കാൾ കൂടുതലായിട്ട് ഈ അമ്മയോട് അടുത്ത് നിൽക്കുന്നൊരു അപ്പന. ആ അപ്പനെ പിടുത്തം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു പക്ഷേ ഈ രാത്രിയിൽ ഒന്നുകൂടി ആ നമ്മൾ ദൂർത്തുപുത്രനൊക്കെ പറയുന്ന കഥ വായിക്കണം. ഞാൻ അമ്മയെ കണക്കൊരപ്പന. കുളിപ്പിക്കാൻ ആവശ്യപ്പെടുകയോ ചെരുപ്പണിയിക്കുകയോ ഇയാൾ കുറ്റവേറ്റ് പറയുന്നതിനേക്കാൾ മുമ്പേ അതുപോലും സമ്മതിക്കാതെ ചുംബിക്കുകയൊക്കെ ചെയ്യുന്ന, ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഒരു അപ്പൻ എന്നൊക്കെ പറയുന്നത് മോർ ഓഫ് എ മദർ. ഈ അമ്മയെപ്പോലൊരു അപ്പനായിട്ട് അവിടുന്ന് ദൈവത്തെ പറഞ്ഞു തന്നു. ആ അപ്പൻ എന്താണെന്ന് പിടുത്തം കിട്ടാൻ വേണ്ടി മാത്രം ഒരു പക്ഷേ ഓരോ പ്രാവശ്യം പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഇനി ഞാനത് പറയില്ല. കാരണം അത്രയും എന്നെ ബുദ്ധിമുട്ടിലാക്കുകയും കേൾവിക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നൊരു കുഞ്ഞു സംഭവമാണിത്. നമുക്ക് അടുപ്പമുള്ള ഡോക്ടറുണ്ട്, ഡോക്ടർ അജയൻ. അതേ ആ സമയത്ത് ഇങ്ങനെ തൃശ്ശൂരിൽ ടെമ്പറലി ഇല്ലായിട്ടുള്ള വാർഡിൻ്റെയൊക്കെ ഇൻചാർജായിരുന്നു. അദ്ദേഹം അവിടുത്തെ ട്യൂട്ടറായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടേക്ക് ഇങ്ങനെ പാലക്കാട്ടിൽ നിന്നുള്ള രാമൻകുട്ടി എന്ന് പറയുന്ന ഒരച്ഛൻ രഞ്ജിത്ത് എന്ന് പറയുന്ന മകനുമായിട്ട് വന്നു. അവനിങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുക. 13 വയസ്സുണ്ട്. രഞ്ജിത്തിന് അധികം നാളുകളില്ല, മരുന്നില്ല, ഇനി കുറച്ച് പരിചരണം മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇവിടെ എന്തൊക്കെ വേദന ഉറക്കാനുള്ള മരുന്ന് കൊടുക്കുമ്പോഴും എന്തൊക്കെ ഉറക്ക ഗുളിക കൈമാറാൻ ശ്രമിക്കുമ്പോഴും ഈ കുട്ടിക്ക് വേദന കുറയുകയോ ഉറക്കം കിട്ടുകയോ ചെയ്യുന്നില്ല. ഐസൊലേറ്റഡ് വാർഡാണ്. പുറത്ത് നിന്ന് ഇങ്ങനെ രാമൻകുട്ടി അത് കാണുന്നുണ്ട്. ഡോക്ടറെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, നിങ്ങളെൻ്റെ കുട്ടിക്ക് എന്ത് കൊടുത്താലും എൻ്റെ കുട്ടി ഉറങ്ങത്തില്ല. എന്താ കാര്യം? അവന് വയ്യാണ്ടായ നാളെ തൊട്ട് ഞാൻ അവനെ ചങ്കിലിട്ടാണ് ഉറക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നു ഡോക്ടർ എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് 2 കൊട്ട് കൊട്ടി ദീപം ഉറക്കി കാണിച്ചു തരാം. ഡോക്ടർ ജയൻ പറഞ്ഞു,
രാമൻകുട്ടി അത് നല്ലതല്ല, നിങ്ങൾക്ക് നല്ലതല്ല, കുട്ടിക്ക് നല്ലതല്ല, വേറെയും ആൾക്കാരുണ്ട്. ആൾക്കാർ പിടുത്തം കിട്ടും. രാമൻകുട്ടി മറ്റൊരു ചോയ്സ് വെച്ചു. എന്താണത്? ഡോക്ടർ അവൻ കിടക്കുന്ന കട്ടിലില്ലേ? ഉണ്ട്. അവനോട് ചേർന്നൊരു ഭിത്തിയില്ലേ? ഉണ്ട്. അവനോട് പറയണം, അച്ഛൻ ഭിത്തിയോട് ചേർന്ന് നിൽപ്പുണ്ട്. ശരി, പറയാം. വെളുപ്പിനെ 3 മണിക്ക് എന്തോ ഒരു കാര്യത്തിന് ഡോക്ടർ ജയൻ പുറത്തേക്ക് വരുമ്പോൾ കണ്ടു രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു മെല്ലിച്ച മനുഷ്യൻ, ചെറിയ മനുഷ്യൻ അപ്പോഴും നിപ്പുണ്ട്, തൻ്റെ നെഞ്ചും കൂടി ഭിത്തിയോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ. ഡോക്ടർ ജയൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഫോൺ വെക്കുക. ഇതാണ് അച്ഛൻ. ഇങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരാളാണ്. ഈ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നത് കൊണ്ട് ലോകത്ത് ഇന്നോളം ഒരു മകനോ മകളോ തൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ തോന്നുന്നു നല്ല മകനായ യേശു പോലും ഒരു മാത്രം ചിലപ്പോൾ അതിനെ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ സദാ അബ്ബ എന്ന് വിളിച്ച ഒരാൾ ഇങ്ങനെ നിലവിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്തിനെന്നെ കൈവിട്ടു. രാമൻകുട്ടിയുടെ കഥ കേട്ട ദിവസം എൻ്റെ ഒരു പ്രശ്നം മാറിക്കിട്ടി. യേശു അങ്ങനെ നിലവിളിക്കുമ്പോൾ യേശുവിൻ്റെ അപ്പൻ എവിടെയായിരുന്നു? ഇങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു. അതിനെക്കുറിച്ചാണ് വേദപുസ്തകം ഇങ്ങനെ നമ്മൾ വായിച്ചെടുക്കുന്നത്. അത്രമേൽ ഭൂമിയെ സ്നേഹിച്ചത് കൊണ്ട് അവൻ തൻ്റെ ഏകജാതനെ നമുക്ക് നൽകി. അത്രമേൽ സ്നേഹിച്ചത് കൊണ്ട്. കുരിശെന്ന് പറയുന്നത് ഒരു തട്ടിൽ എന്നെയും മറ്റേ തട്ടിൽ മകനെയും കൂടി ചേർത്തിങ്ങനെ തൂക്കി നോക്കുമ്പോൾ ഞാനിരുന്ന തട്ട് താണു പോവുകയും അവിടെ നിന്ന് ഉയർന്ന കിടന്ന തട്ട് ഉയർന്നതിൻ്റെ പേരാ കുരിശ്. അങ്ങനെയാണ് ഈ കുരിശുണ്ടാവുന്നത്. കുരിശ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് യേശുവിനോളം വിലയുണ്ടെന്നല്ല, യേശുവിനേക്കാൾ വിലയുണ്ടെന്ന്. മച്ച് മോർ പ്രഷ്യസ് ദാൻ ഹിസ് സൺ. ആരുമല്ല, എങ്ങുമല്ല, എങ്ങും എത്തിയിട്ടില്ല, ജീവിതം ഇങ്ങനെ പരാജയങ്ങളുടെ തുടർച്ചയാണെന്നൊക്കെ പറഞ്ഞ് കൂനി നടക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമാധാനം ഇതാ. നിങ്ങൾക്ക് യേശുവിനോളോ യേശുവിനേക്കാളേറെയോ മൂല്യമുണ്ട്. എന്നിട്ടോ ആ മൂല്യം കിട്ടിയ ജീവിതം കൊണ്ട് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു? ഡാമിൽ ഒരമ്മയുടെ കയ്യിൽ നിന്നൊരു കുട്ടി വഴുതിപ്പോയി. അവിടെയുള്ള ഒരാൾ വളരെ അപകടം പിടിച്ചൊരു ഇടപെടലിലൂടെ കുട്ടിയെ രക്ഷിച്ചു. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റെസ്ക്യൂ ആണെന്ന് നിങ്ങൾക്കറിയാം. കുടുംബം അയാളോട് ഗ്രേറ്റ്ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ, കൃതജ്ഞാപരം നിൽക്കുമ്പോൾ അയാൾ അവരുടെ അടുത്ത് പറഞ്ഞു, കുഞ്ഞിൻ്റെ അടുക്കൽ പറഞ്ഞു, ഇതിനകത്ത് നന്ദിയൊക്കെ അവിടെ കുഴപ്പമില്ല, ഞാൻ എൻ്റെ കടമ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർത്താൽ നല്ലതാണ്, രക്ഷിക്കപ്പെടാൻ മാത്രം വലിപ്പം നിൻ്റെ ജീവിതത്തിനുണ്ടായിരുന്നുവെന്ന് നീ ശിഷ്ടജീവിതം കൊണ്ട് തെളിയിക്കണം. ഞാൻ വിചാരിക്കുന്നു ഒരു ദുഃഖവെള്ളിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി അതാണ്. പ്രൂവ് യുവർ സെൽഫ് ഓ വർത്തി ഓഫ് റെസ്ക്യൂഡ്. രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ സമാധാനം. കണ്ട വിചാരങ്ങളെ വളരെ വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ്. ഒരു 7 മൊഴികൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ 7 മൊഴികൾ യേശുവിൻ്റെ താക്കോൽപദങ്ങളായിട്ട് തന്നെ പരിഗണിക്കാവുന്നേ ഉള്ളൂ. 1, മനുഷ്യർക്ക് മാപ്പുണ്ട്. 2, നീ എന്നോടൊപ്പം പർദീസയിലാണ്, വാക്കിംഗ് വിത്ത് ദ ലോർഡ് എമിഡ്സ് ദ വുഡ്സ്. 3, ഒരാളും ഒറ്റയല്ല, പുതിയ ബന്ധങ്ങൾ ആരംഭിക്കുകയാണ്. 4, ഒരു കാരണമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ കാലം വരുന്നു. 5, ഒന്നിനും ശമിപ്പിക്കാത്ത ദാഹമുണരുകയാണ്. അതിനുശേഷം അവിടത്തേക്ക് വിശന്നു എന്നൊക്കെ നമ്മൾ നോമ്പ് കാലത്ത് വായിക്കുന്നത് പോലെ. 6, ഇങ്ങനെ എല്ലാം പൂർത്തിയായി, നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നിമിഷങ്ങളെ ഏകാഗ്രമാക്കുക, സ്നേഹസാന്ദ്രമാക്കുക. 7, അച്ഛ മടങ്ങി വരികയാണ്. ഈ 7 പദങ്ങൾ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ബോർഡിൽ നിങ്ങൾ എഴുതിയിടുക. എന്നിട്ടോ ഈസ്റ്റർ ദിവസം ഈ കുട്ടികളൊക്കെ കളിക്കുന്ന കളിയില്ലേ, കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു ബിന്ദുവിൽ നിന്ന് വേറൊരു ബിന്ദുവിലോട്ട് പോകുന്ന ഒരു കളി. എന്നിട്ട് 7 പദങ്ങളെ പതുക്കെ ഇങ്ങനെ മുട്ടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഭിത്തിയിലോ ബ്ലാക്ക് ബോർഡിലോ പ്രതലത്തിലോ ഒക്കെ തെളിയുന്ന ആ രൂപത്തിൻ്റെ പേരാണ് ജീസസ് ഓഫ് നസ്രത്ത്. താങ്ക് യു.